ക്ലാസ് മുതൽ PG വരെ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു LGS പരീക്ഷ നമ്മുടെ കേരള PSC നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് LGS ആണ്. നാളെ ഇതുവരെയായിട്ടും കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന ആശങ്കയിലായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. ഒക്ടോബർ 30 കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് പറയാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് KSFE, KSEB, അതുപോലെ തന്നെ KSRTC, കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് അസോസിയേഷൻ, SC/ST ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ വരുന്ന വിവിധ കമ്പനി ബോർഡുകളിലേക്കുള്ള LGS പോസ്റ്റിന്റെ പരീക്ഷയാണ്. അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണ് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇപ്പോൾ ഒക്ടോബർ 15 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ കണ്ടിരുന്നു. അത് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, ഇത് LGS പോസ്റ്റ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകളാണ് കമ്പനി ബോർഡിന്റെ ഭാഗമായിട്ട് വരുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ്, അതായത് അവസാനിച്ച റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് തുടരുന്നുണ്ട്, അതിനു മുൻപ് അവസാനിച്ച റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 3000-ലധികം ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. പക്ഷേ ഡിഗ്രിയും PGയും ഒക്കെ ഉള്ളവർക്ക് ഈ കമ്പനി ബോർഡ് LGS പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേരള PSC നടത്തുന്ന മറ്റുള്ള LGS പരീക്ഷകൾക്ക് ഡിഗ്രി ഹോൾഡേഴ്സിന് അപേക്ഷ നൽകാനായിട്ട് സാധിക്കില്ല. പക്ഷേ കമ്പനി ബോർഡ് LGSൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ അഡ്വൈസിൻ്റെ നില എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നു, രണ്ട് എന്ന് പറയുന്നത് ഡിഗ്രിയും PGയും ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതും കമ്പനി ബോർഡ് LGSന്റെ മാറ്റുകൂട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ ഒക്ടോബർ 30 പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏകദേശം 8 ലക്ഷത്തിലധികം അപേക്ഷകളാണ് PSC പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ വന്നത് 2021 ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 8.5 ലക്ഷം അപേക്ഷകരായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനനുസരിച്ച് അന്ന് ഒരു പ്രിലിമിനറി പരീക്ഷയും ഒരു മെയിൻ പരീക്ഷയും, അങ്ങനെ ഒരു 2 ഘട്ട പരീക്ഷയായിട്ടാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 2021 നോട്ടിഫിക്കേഷൻ വരുന്നു, 22 പ്രിലിംസ് നടക്കുന്നു, 23 മെയിൻസ് നടക്കുന്നു. ഏകദേശം പ്രിലിംസിനും മെയിൻസിനും 70 മാർക്കിലധികം, 75, 76 എന്നുള്ള ക്രമത്തിലായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 7000-ലധികം വരുന്ന ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റ്, ഒരു ഹ്യൂജ് റാങ്ക് ലിസ്റ്റ് PSC തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലുമായിട്ടാണ് ഈ 7000-ലധികം ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2500-ലധികം ആളുകൾക്ക് ഓൾറെഡി അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2024 ജനുവരി 12 അപ്പോൾ 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. എന്നിട്ട് പോലും അതിൽ പകുതിയോളം വരുന്ന ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചു എന്ന് പറയുന്നതും വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജോലിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നമുക്കൊരു ജോലി, ഒരു സർക്കാർ ജോലി ഓടിയേ തീരൂ എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 30 വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അപേക്ഷ സമർപ്പിക്കുക, ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒക്ടോബർ 30 നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. SC/ST വിഭാഗക്കാർക്ക് 5-ഉം OBC വിഭാഗക്കാർക്ക് 3-ഉം വയസ്സ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും, സാധാരണ PSC പരീക്ഷകൾക്കുള്ളത് പോലെ തന്നെ. പിന്നെ മറക്കണ്ട, 7ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും നിങ്ങൾ PGയോ ഡിഗ്രിയോ ഏത് പ്രൊഫഷണൽ കോഴ്സോ അങ്ങനെ എന്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആ കാര്യവും മറന്നു പോകണ്ട. സോ പുതിയതായി വരുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചു തയ്യാറെടുക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു മികച്ച സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പഠിക്കാം.